കോഴിക്കോട് പന്തീരാങ്കാവിൽ നിന്നാണ് 3 പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറി നിൽക്കുമ്പോൾ ഒരു കരച്ചിൽ കേൾക്കുന്നു. നായകളെ കരച്ചിലുമാണ്, മനുഷ്യന്മാരെ കരച്ചിലും കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ 2 ഭാര്യയും ഭർത്താവിനെ കടിച്ചിട്ട് ഒരു നായ വന്നിട്ട് അയാൾ തലയ്ക്കൊക്കെ നല്ല മുറിയാണ്. നല്ല മുറിയാണ് തലയ്ക്കൊക്കെ. പിന്നെ അവിടെ നിന്ന് കഴിച്ചിലാൻ എൻ്റെ നായൻ്റെ വായിലാണ് ഇവരെ കയ്യുള്ളത്. അത് കഴിച്ചിലാൻ കഴിയുന്നില്ല. അപ്പോഴേക്ക് അപ്പുറത്തെ തൊട്ടടുത്തുള്ള അയൽവാസി കൂടി വന്നപ്പോൾ അയാൾ ഒരു വടിയെടുത്ത് അടിച്ച് നായനെ നായ കടിവിട്ട് ഞങ്ങൾ നായൻ തച്ചവിടെ തള്ളിയിട്ട് ചന്ദ്രൻ നടന്ന ആളൊക്കെ നെറ്റി മുറിഞ്ഞിട്ട് നെറ്റിയാണ് പകുതിയോളം അടിച്ചിട്ട് തുറന്നു കഴിഞ്ഞു തല. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. സമീർ, ഈ സംഭവം അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തിയ ആളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതീവ ഗുരുതരമായ പരിക്കാണ്. പ്രത്യേകിച്ച് തലയ്ക്ക് കഴുത്തിന് മുകളിലേക്കുള്ള മുറിവുകൾ അത് ഗുരുതരവും മാരകവുമാണ്. എവിടെ വെച്ചാണ് ഇവർക്ക് നായയുടെ ആക്രമണം നേരിടേണ്ടി വന്നത്? ഗോകുൽ, പന്തീരാങ്കാവിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സന്ധ്യയ്ക്ക് 5 മണിയോട് കൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുകയായിരുന്നു ഈ 3 പേരും. ആ വേളയിലാണ് ഒരു തെരുവുനായ ഓടിയെത്തുകയും 3 പേരെയും ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കടിയാണ് 3 പേർക്കും ഏറ്റിരിക്കുന്നത്. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായ മധുവിൻ്റെ വാക്കുകളാണ് കേട്ടത്. അവിടെ നിന്ന് ആ സ്ത്രീയെ, ആ വീട്ടമ്മയെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അവരുടെ കൈയിൻ്റെ ഒരു ഭാഗം ഈ പട്ടിയുടെ വായിലായിരുന്നു. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. 3 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അത് എടക്കളപ്പുറത്തെ രാധ, അതുപോലെ തന്നെ അവരുടെ അയൽവാസികളായിട്ടുള്ള തോട്ടുള്ളി ചന്ദ്രൻ, അവരുടെ ഭാര്യ രമ, ഈ 3 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. കൈകൾക്കും അതുപോലെ തന്നെ തലക്കും കാലിനുമാണ് ഈ കടിയേറ്റിരിക്കുന്നത്. അതിൽ ഏതാനും ഭാഗം ഈ തെരുവുനായ കടിച്ചെടുത്തിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ ഇവിടെ ശബ്ദം കേട്ടാണ്, നിലവിളി കേട്ടാണ് ഓടിയെത്തിയത്. അതിനുശേഷം അവിടുന്ന് ആ തെരുവുനായെ ഓടിച്ചു വിടുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ആ സമീപത്തുണ്ടായിരുന്ന പശുവിനെയും അതുപോലെ ആടിനെയും ഈ തെരുവുനായ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനൊടുവിൽ നാട്ടുകാർ ചേർന്നുകൊണ്ട് ഈ തെരുവുനായെ തല്ലിക്കൊന്നിട്ടുണ്ട്. വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ മുറിവിൻ്റെയൊക്കെ ആഴം കാണുമ്പോൾ, അതിൻ്റെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കുന്നു. വലിയ ഒരു ഭീതി ജനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും 3 പേരും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഗോകുൽ, ശരി, പന്തീരാങ്കാവിൽ വഴിയിലല്ല വീട്ടുമുറ്റത്താണ് തെരുവുനായയുടെ ആക്രമണം. അതും 3 പേർക്ക് പരിക്കേറ്റു. അതിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. അതിൽ കഴുത്തിന് മുകളിലേക്കുള്ള മുറിവുകൾ അടക്കമുണ്ട്. ഏതായാലും അവർ ചികിത്സയിലാണിപ്പോൾ. ആ നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു എന്ന വിവരം കൂടിയാണ് സമീർ സി മുഹമ്മദ് പങ്കുവച്ചത്.